ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അമ്മു സുബി. നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ്, പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. പിന്നെ നമ്മൾ ഹോസ്പിറ്റൽ ചെക്കപ്പാട്ടോ, അതായത് 5ാം മാസത്തിലെ എൻ്റെ ഹോസ്പിറ്റൽ ചെക്കപ്പാണ് ഇത്. ഞാൻ മീഷോന്ന് എടുത്ത ഡ്രസ്സോട്ടൻ ഇഷ്ടപ്പെട്ടില്ല. എന്താ പറയുക, ഒരു പേഴ്സണലി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല കേട്ടോ. നമ്മളെ വഴിയത് മുറ്റത്തിന് ഇതിലേ പോവണം. ഈ പറമ്പിൽ കൂടി ഇറങ്ങി എൻ്റെ ഒരവസ്ഥയിൽ തത്തോ പിത്തോ ഇങ്ങനെ പോകണം. കാരണം മറ്റേ റോഡ് തീരെ ശരിയില്ല. അതായത് വെള്ളമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് റോഡ് ഭയങ്കര കംപ്ലൈൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇത് പുതിയ വഴി നമ്മളെ പാറക്കുട്ടീൻ്റെ വീട്ടിൻ്റെ ഓടിയാട്ടോ പോകുന്നത്. നമ്മളൊരു വണ്ടി പറഞ്ഞതാണ് എപ്പോഴും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ. അതായത് ഞാൻ ഇപ്പം തീരെ പുറത്തേക്ക് പോകാറില്ല. ഹോസ്പിറ്റലിൽ മാത്രം കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. അതായത് ഞാൻ 4 വർഷത്തിന് ശേഷമുള്ളൊരു പ്രഗ്നൻസിയാണ് കേട്ടോ. അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധിച്ചിട്ട് ഇപ്പോൾ നമ്മൾ മാസത്തിൽ ഹോസ്പിറ്റൽ ചെക്കപ്പിന് പോകുന്ന സമയത്ത് എന്തെങ്കിലും ആവശ്യത്തിന് വണ്ടി വിളിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ പോകാറ്. ഇതൊക്കെ നമ്മളെ പറമ്പാണ് വരുന്ന വീട്ടിൻ്റെ. ഇത് നമ്മളെ നാടിൻ്റെ ചെറിയൊരു ഭാഗം ഞാനിങ്ങനെ എടുത്ത് പോയതാട്ടോ. അതായത് അത്ര വലിയ കാണുന്നില്ല. നമ്മളെ ചെറിയ ഇടവഴി കൂടി കുറച്ചുണ്ട്. നമ്മൾ ഒരു ടൗണിലേക്ക് എത്തണേ തന്നെ കുറച്ച് പണിയുണ്ട്. നമ്മളത് ഇതൊക്കെ നമ്മളെ സ്ഥലത്തിൻ്റെ കൂടി പോകട്ടെ. ഇതിൻ്റെ ഒരു സൈഡിലാണ് പാറുവിൻ്റെ വീടൊക്കെ വരുന്നത്. നല്ല മഴയുണ്ടായിരുന്നു അന്ന്. അതായത് നമ്മളെപ്പം പോകുമ്പോൾ ഇത് എൻ്റെ ഏട്ടനാട്ടോ. ഏട്ടൻ തന്നെ മൈ ഹബ്ബി, എൻ്റെ അമ്മയാണത്. അതായത് എൻ്റെ അമ്മ, ഏട്ടൻ്റെ അമ്മയല്ല, എൻ്റെ അമ്മയാട്ടോ. പിന്നെ നമ്മൾ ഭയങ്കര വിശപ്പുണ്ടായിട്ട് ആദ്യം ഹോട്ടൽ അത് നമുക്ക് കുറേ കട്ട് ചെയ്തിട്ടാട്ടോ. ഞാൻ കുറേ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ അത്ര ബാലുശ്ശേരിയുള്ളൊരു ഹോട്ടലിലാണ് കാര്യം. എൻ്റെ അമ്പൂ ഒന്നും പറയണ്ട കേട്ടോ. ഹോട്ടലിൻ്റെ കാര്യം മഹാ അബദ്ധമായിരുന്നു. അതായത് ഫുഡൊന്നിനും കൊള്ളൂല. പക്ഷേ അവരെ ഇൻട്രൊഡക്ഷൻ കേട്ടാൽ വിചാരിക്കുക ഇൻ്റർനാഷണൽ ഫുഡ് അവർ നമുക്ക് തരുന്നത്. അത്രക്കും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ ചോറും നമ്മൾ ബീഫും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ കറിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒടുക്കത്തെ സ്മെല്ലായിരുന്നു ഹോട്ടലിന്. ബിരിയാണിയൊക്കെ സൂപ്പറാണ് തോന്നുന്നു. ചോറൊന്നിനും കൊള്ളൂല. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ പോയത് സ്കാനിങ് സെൻറ്ററിലാണ്. അതായത് ഇവരെ തന്നെ മെഡിക്കെയർ സെൻറ്ററിലാട്ടോ പോയത്. നമ്മളിത് നേരത്തെ ബുക്ക് ചെയ്തതിന് ശേഷം പോകുന്നതാട്ടോ ഇത്. അല്ലെങ്കിൽ കുറേ സമയത്ത്, കാരണം ഇത് ഹോസ്പിറ്റൽ കാണിച്ചിട്ട് വേണം ഇതാ നമ്മൾ ഡോക്ടറേക്ക് വീട്ടിലേക്ക് പോകുക. അങ്ങനെ നമ്മളിത് ആ ഡോക്ടറെ വീട്ടിലെത്തി. അന്ന് അത്ര പേരൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് പേരേനും ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വേഗം വരാനൊക്കെ പറ്റി കേട്ടോ. നല്ല മഴയായിരുന്നു. നമ്മളെപ്പോൾ അവിടെ കയറിയാലും ഒടുക്കത്തായിരിക്കും. ഇതെല്ലാം കൂടെ നമ്മുടെ നാട്ടിലെത്തി. ചെറിയ ഒരു വ്ളോഗ് എന്ന രീതിയിൽ ചെയ്തതാട്ടോ. നമ്മളെ നാട്ടിലെത്തി തീക്കുനി എന്നുള്ള സ്ഥലത്താട്ടോ ഇത്. ഇതെൻ്റെ രാത്രിയത്തെ കോലാണ്. ഇപ്പം മുടി നല്ലോണം വളർത്തിയെടുക്കുന്ന ശ്രമത്തിലാണ്. 2 ഭാഗത്തും മുടിയൊക്കെ കെട്ടിയിട്ട് ഞാൻ ഓംപ്ലേറ്റൊക്കെ ഉണ്ടാക്കട്ടോ. നമ്മൾ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓംപ്ലേറ്റൊക്കെ എറിയുന്ന സമയത്ത്. പിന്നെ എൻ്റെ പുരിക ഞാനിപ്പം വളർത്തിയെടുക്കുന്നതാണ് വിരൂപിയായിട്ടുള്ളത്. ഇത് അമ്മേൻ്റെ ഡ്രസ്സാട്ടോ. ഞാൻ ഇപ്പം ഡ്രസ്സൊന്നും എടുക്കലില്ല. അതായത് ഇപ്പോൾ എന്താ പറയുക, അത് അടിച്ചോ മെലിഞ്ഞൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലവ് യു ടാറ്റാ.